മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക. ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴുക്ക് ശേഷം ഏഞ്ചൽസ് ആർമി വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ വേദി, എ ഫാമിലീസ് ജേർണി ടു ഹോളിനെസ്. ഇതാണ് നമ്മുടെ ടോപ്പിക്, ന്യൂ ജനറേഷനിലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിധേയത്വം. ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് രണ്ട് ആപ്റ്റ് ആയിട്ടുള്ള ന്യൂ ജനറേഷൻ കപ്പിൾ എന്നൊക്കെ നമുക്ക് പറയാം, യങ് കപ്പിൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെൽക്കം ചേട്ടാ, വെൽക്കം ചേച്ചി. സോ ഇതിൻ്റെ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കയറാം. ഈ ഒരു ന്യൂ ജനറേഷൻ ഈ ഒരു നമുക്ക് ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണുന്ന ഒരു കാര്യമാണല്ലോ ഈ ഇക്വാളിറ്റി ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ. അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മളുടെ ഫാമിലി ലൈഫിലേക്ക് കയറുമ്പോൾ എങ്ങനെയാണ് ആ വിധേയത്വം നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്? ഇത് പറയുമ്പോൾ പഴയകാലത്തെ വിധേയത്വം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണമല്ലോ. ഓക്കെ, പഴയകാലത്തെ വിധേയത്വം എന്ന് വെച്ചാൽ ഭർത്താവിനെ പേടിക്കുന്ന ഭാര്യ, അങ്ങനെയാണല്ലോ. പുതിയ കാലത്തെ വിധേയത്വം ഭാര്യയെ പേടിക്കുന്ന ഭർത്താവ്. അല്ലേ, ഞാൻ തമാശക്ക് പറഞ്ഞതാണ്. അതെ. അതിനപ്പുറത്ത് ഞങ്ങളുടെ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ കുറേ കാലം ഗൾഫിലാണ് ജോലി ചെയ്തത്. ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഗൾഫിൽ പോയി. ഒരു 15 വർഷത്തോളം ഗൾഫിലായിരുന്നു ഞങ്ങൾ. അപ്പം എന്നെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞിട്ട് എനിക്ക് ഗൾഫിൽ പോകാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷെ എൻ്റെ വൈഫിന് അതൊരു നീഡായിരുന്നു ആ സമയത്ത്. അവൾക്ക് ഒരു ജോലി അത്യാവശ്യമായിരുന്നു. അവൾ ഒറ്റ മോളാണ്, ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യണം, അതുകൊണ്ട് അതൊരു നീഡായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വൈഫിനോടുള്ള സ്നേഹത്തെ പ്രതി ഞാനും തീരുമാനിച്ചു, ഓക്കെ, ഐ എം റെഡി ടു ഗോ ബാക്ക് ടു ദുബായ് എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ദുബായിൽ ജോലി ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒരു വിധേയത്വം, ഒരു സ്നേഹത്തിൽ നിന്ന് വരുന്ന ഒരു വിധേയത്വം, അതിൽ ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ദുബായിൽ പോയി ജോലി ചെയ്തു. പക്ഷേ എനിക്ക് ഒന്നും നഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവരും ചിന്തിക്കാം, പക്ഷെ നമ്മൾ ഭാര്യ പറയുന്നത് കേട്ട് നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടില്ലേ, നിൻ്റെ കുറേ ഡ്രീമില്ലേ, അതല്ലേ ശരിയായത് എന്നൊക്കെ എല്ലാവരും ചിന്തിക്കും. പക്ഷെ അവിടെ ചെന്ന് എനിക്ക് ഒരു വലിയ ഫ്രണ്ട് സർക്കിളിനെ കിട്ടി. ഞാൻ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് നന്മകൾ എൻ്റെ ലൈഫിലുണ്ടായി. ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിക്കാനായിട്ടുള്ള ഒരു കൃപ ദൈവം തന്നു. ഫൈനാൻഷ്യലിയും ഒരുപാട് എനിക്ക് നന്നാകാൻ പറ്റി അവിടെ ചെന്നതിന് ശേഷം. അങ്ങനെ ഞാൻ അവളുടെ ഒരു സ്വപ്നത്തോട് ചേർത്ത് വെച്ചപ്പോൾ എനിക്ക് നഷ്ടങ്ങൾ വന്നില്ല, ഒരുപാട് ലാഭങ്ങളെ വന്നുള്ളൂ. അതാണ് ഒരു മോഡേൺ ടൈമിലെ വിധേയത്വം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷനിൽ ഇപ്പോൾ ഒരു ഇതാണ്, എല്ലാവരും ഇപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി രീതിയിലാണ് ആദ്യം തന്നെ മാരിറ്റൽ ലൈഫിലോട്ട് കടന്നു വരുന്നത്. ഈ ഒരു സമയത്ത് ഒരു ഡൗട്ടാണ്, ആരാണ് എവിടെയാണ് വിധേയപ്പെടേണ്ടത്, ഭർത്താവാണോ ഭാര്യയാണോ വിധേയപ്പെടേണ്ടത് എന്നൊരു ഡൗട്ടാണ്. ഒരു ഭാര്യ എന്ന രീതിയിൽ ചേച്ചി എങ്ങനെയാണ് ഈ ഒരു വിധേയത്വം പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് പറയാമോ? ചേട്ടൻ പറഞ്ഞാൽ ഞങ്ങൾ ദുബായിലായിരുന്നു കുറേ കാലം. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും വർക്ക് ചെയ്യാതെ ഒരു നിവൃത്തിയില്ല. രണ്ടുപേരും വർക്കിംഗ് ആണ്. പ്ലസ് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ എന്തായാലും വീട്ടിലെ ജോലികൾ ചെയ്യാൻ എന്തായാലും നമുക്ക് തന്നെയാണ് ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പിള്ളേരുണ്ട്, അപ്പോൾ ഇവരെ നോക്കുക, ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്ലസ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീംസ് മിനിസ്ട്രിയിൽ വളരെ ആക്റ്റീവ് മിനിസ്ട്രിയും ഉണ്ട്. അപ്പോൾ എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അവിടെ ചിലപ്പം ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് അതിനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയത്. പിന്നെ എന്നെ വീട്ടിലെ കാര്യങ്ങൾക്കെല്ലാം ചേട്ടൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ജോലികളിലൊക്കെ ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഏറ്റവും ഇളയ മകനാണ്, വീട്ടിൽ 6-ാമത്തെ ആളാണ്. അപ്പം ഊഹിക്കാവുന്നുള്ളൂ എങ്ങനെയായിരിക്കുന്നു, അത്രയും പെറ്റാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ഫിനാൻസ് കാര്യങ്ങളൊക്കെ വരുമ്പം എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. എൻ്റെ ശമ്പളം അത് എങ്ങനെ, പക്ഷേ എന്തായാലും ആദ്യം മുതലേ ഞാനത് ചേട്ടനെ ഏൽപ്പിക്കാറാണ് പതിവ്. ചേട്ടനാണ് എല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ചില സമയത്തെങ്കിലും ഒരു ഈഗോ വരുമല്ലോ, നമ്മൾ ജോലി ചെയ്യുന്ന ആളുകളാകുമ്പം ഉറപ്പായിട്ടും എനിക്ക് ഒത്തിരി ഞാൻ കാണുന്നൊരു സംഭവമാണ്. അതെനിക്കും ഉണ്ടായിരുന്നു ഒരു ഈഗോ. എനിക്ക് കൂടുതൽ ശമ്പളം കിട്ടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ എനിക്ക് കുറച്ചുകൂടെ അറിവുണ്ട്, കഴിവുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ സ്വന്തം കാലം നിൽക്കാൻ നമുക്കൊരു കഴിവുള്ളപ്പോൾ നമ്മൾ എന്തായാലും ആ ഈഗോ വരും.
പക്ഷെ അത് സ്നേഹത്തെ പ്രതി പലപ്പോഴും മാറ്റി വെക്കെങ്കിലും അത് ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് ആർത്രൈറ്റിസിൻ്റെ പ്രശ്നം വന്നു. കംപ്ലീറ്റ് ആയിട്ടും ഞാൻ ബെഡ് റിഡൻ ആയിപ്പോയൊരു അവസ്ഥ വന്നു. അവിടെ വന്ന് കഴിയുമ്പോൾ ആ ഒരു സമയത്ത് മക്കളുണ്ട്, ജോലികളുണ്ട്, എനിക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റികളുണ്ട്. ഞാൻ വെച്ചാൽ ഈ ഇത്രയും ഈഗോ, ഞാനാണ് പല കാര്യങ്ങളും ഇടുക്കി അങ്ങനെയൊക്കെ വിചാരിച്ചെങ്കിലും ആ ഒരു സമയത്ത് കംപ്ലീറ്റ് ഞാൻ ഹെൽപ്ലെസ് ആയി. പക്ഷെ എന്നെ അതുപോലെ ചേട്ടൻ എന്നെ നോക്കി ആ ഒരു സമയത്ത്. ഞാൻ വെച്ചാൽ ഈ ഈഗോയെ കൊണ്ട് എനിക്ക് ഒന്നും നേടാനില്ല, ആ ഈഗോ എനിക്ക് ഒന്നും ലാഭം തന്നില്ല. പക്ഷെ അന്നേരം ഞാൻ മനസ്സിലാക്കി ഇതിനേക്കാളൊക്കെ അപ്പുറത്താണ് സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവം. ഇന്ന് ഞാൻ ഇത്രയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ലോകത്തിൽ വേറെ ആരുമില്ല. ഞാൻ പറയാം, എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് ചേട്ടൻ. ചേട്ടന് ഞാൻ പല കാര്യങ്ങളും ഞാൻ മിടിക്കുകയാണെന്ന് വിചാരിക്കും, പക്ഷെ ആ മിടിക്കൊണ്ട് എനിക്ക് ഒരു ഉപകാരവും ചെയ്യില്ല. പൈസയുടെ കാര്യത്തിലാണെങ്കിലും ഫിനാൻസ് എല്ലാം കൈകാര്യം ചെയ്യുന്ന ചേട്ടനാണ്. ദർ വാസ് എ ടൈം കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ളത്, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ തോന്നുന്നു, കുറച്ച് കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് പറഞ്ഞാലും അതൊക്കെ സംസാരിച്ച് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ കൺഫ്യൂഷനൊക്കെ വരുമ്പോൾ കുറച്ചൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ദാറ്റ് ഈസ് നോട്ട് എൻഡ് ഓഫ് ദ ലൈഫ്. അവിടെയാണെങ്കിലും ഇപ്പം ഇന്നിപ്പം ഞാൻ ഫിനാൻസ് കൈകാര്യം ചെയ്യാറേ ഇല്ല. കാരണം എനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എനിക്ക് പറഞ്ഞാൽ മതി, ചേട്ടനത് എനിക്ക് നടക്കുന്ന കാര്യമാണെങ്കിൽ സാധിച്ചു തരും. സോ അത് ഞങ്ങളുടെ റിലേഷൻ സത്യം പറഞ്ഞാൽ ഒത്തിരി ഐ സറണ്ടർഡ് കംപ്ലീറ്റ്ലി. അപ്പം ഇന്ന് ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യവും ചേട്ടൻ്റെ ഒരു രീതിക്ക് ഇങ്ങനെ പോകണം എന്നുള്ളതാണ് എനിക്കത് ഐ ആം ഹാപ്പി അബൌട്ട് ഇറ്റ്. അങ്ങനെ ചെയ്തപ്പം ആദ്യമൊക്കെ എനിക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും ഇന്നിപ്പോൾ എൻ്റെ പേരൻസ് എൻ്റെ വീട്ടിലാണ്. എൻ്റെ ഡാഡി ഹാൻഡിക്യാപ്ഡ് ആണ്. ഞാൻ നോക്കുന്നേക്കാൾ കൂടുതൽ എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ ഫാദറിനെ നോക്കുന്നത്. എടുത്ത് വീൽ ചെയറിൽ കയറ്റണം, ബെഡിൽ കിടത്തണം, അത്രയും എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ എടുത്ത് കൊണ്ടുപോകണം. ഐ ആം ബ്ലെസ്ഡ്, ഐ ആം റിയലി ബ്ലെസ്ഡ് ദാറ്റ് ഐ ഗോട്ട് എ ഹസ്ബൻഡ് ലൈക്ക് ദിസ്. കാരണം എനിക്ക് അന്ന് ഞാനൊന്ന് സബ്മിസീവ് ആയതിൻ്റെ പേരിൽ ഐ ആം എൻജോയിങ് മൈ ലൈഫ് ദ ബെസ്റ്റ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഐ ആം മോസ്റ്റ് ലക്കിയസ്റ്റ്. അത് കർത്താവ് കൊണ്ടു തന്ന ഒരു ബന്ധമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എത്രയൊക്കെ ട്രബിൾസ് ഉണ്ടാവും, എന്തായാലും കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഒത്തിരി നമ്മൾ എന്നെ കൊച്ചാക്കുന്നു അല്ലെങ്കിൽ എനിക്ക് എന്നെ കരുതുന്നില്ല, ഇതൊക്കെ പലപ്പോഴും തോന്നും. അതെനിക്ക് ഈഗോ കൊണ്ട് ഉണ്ടാകുന്നൊരു സംഭവമാണ്. പക്ഷെ അതിനപ്പുറത്ത് ഇല്ല, ഇത് ദൈവം തന്നൊരു ബന്ധമാണ്, ഇതിൽ നിന്ന് നന്മയോ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ അതൊരു നമ്മൾ വളർത്താനും എന്താ പറയുക, നമ്മളൊന്ന് മിനുക്കിയെടുക്കാനുമുള്ളൊരു സാഹചര്യങ്ങളാണെന്ന് വിചാരിച്ചാൽ ലൈഫ് ബിക്കംസ് മോസ്റ്റ് പ്രഷ്യസ്. ചേച്ചിയും ചേട്ടനും ചേട്ടൻ്റെയും ചേച്ചിയുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഇവിടെ ഭാര്യയെന്നോ അല്ലെങ്കിൽ ഭർത്താവാണ് വിധേയപ്പെടേണ്ടത് അല്ലെങ്കിൽ ഭാര്യയാണ് വിധേയപ്പെടേണ്ടത്, അങ്ങനെ ഒരു ഇതല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു കപ്പിളാണ് ഇവർ, അല്ലേ? അതായത് ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ഇത് പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. ഇതിനെ കൂടുതൽ കുറച്ചും കൂടെ ആഴത്തിൽ സംസാരിക്കുവാനായിട്ട് അവിടെ നിമ്മി ചേച്ചീനെയും കൊണ്ട് ടോജൻ ചേട്ടനും മീൻ ചേച്ചി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അവരിലേക്ക് പോകാം. സോ ഓവർ ടു ടോജൻ ആൻഡ് മീൻ. താങ്ക് യു മനു. താങ്ക് യു എൽറിയ. ഇന്ന് നമ്മോടൊപ്പം ഉള്ള ഗസ്റ്റ് നിമ്മി ചേച്ചിയാണ്. ചേച്ചിയുടെ ഹസ്ബൻഡ് ഫോർമൽ ഇൻ്റർനാഷണൽ കോർഡിനേറ്റർ ആയിരുന്നു. അതുപോലെ ചേച്ചിക്ക് 2 പെൺമക്കളുണ്ട്. ഇപ്പം ഒരാൾ ക്യാരിങ് ആണ്. ഇവർ എറണാകുളത്ത് താമസിക്കുന്നു. ചേച്ചി അതുപോലെ നേരത്തെ ഒരു ഫുൾ ടൈമർ ആയിരുന്നു 1 year. അതെ, ഓക്കെ. അപ്പം വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം ചേച്ചി. ചേച്ചി, ഇപ്പോൾ ഞാൻ എന്താ ചോദിക്കാൻ വന്നത്, ബൈബിളിൽ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഭാര്യയുടെ വിധേയത്വം, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള വിധേയത്വം, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സബ്മിസീവ്നെസ്. ഇതിന് പഴയ ജനറേഷനും മോഡേൺ ജനറേഷൻ്റെയും വ്യൂയിങ് ആംഗിളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് സബ്മിസീവ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഒഫെൻസീവായിട്ട് പലർക്കും തോന്നുമായിരിക്കാം. അപ്പോൾ ചേച്ചിക്ക് ഈ ഒരു മോഡേൺ കാലഘട്ടത്തിൽ ഇതിനെപ്പറ്റി എന്താ കൂടുതൽ പറയാനുള്ളത്? ആക്ച്വലി ഒത്തിരി ട്രൂ ആണ്. ബിക്കോസ് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ സ്പെഷ്യലി യങ് കപ്പിൾസ് തമ്മിൽ എല്ലാപ്പോഴും വരുന്ന ഒരു ടോപ്പിക്കാണ് ഫെമിനിസം, ഈക്വാലിറ്റി, റൈറ്റ്സ്, അങ്ങനെ പലതും, സോ മെനി കോൺസെപ്റ്റ്സ്. ആൻഡ് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനും ആക്ച്വലി റിന്യൂവലൊക്കെ വരുന്നേക്കാളും മുമ്പും എല്ലാം ഇതൊരു പ്രിമിറ്റീവാണ്, ഓൾഡ് ഫാഷൻഡ് ആണ്, മോഡേൺ അല്ല, കൂളല്ല, അങ്ങനെ പല ടേംസും കോൺസെപ്റ്റ്സും മനസ്സിലുണ്ടായി.
പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ റിന്യൂവലൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കിയതൊക്കെ. ആൻഡ് ഐ റിമെമ്പർ ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം കരിയറാണ് നമ്മുടെ മെയിൻ. ഇപ്പോഴത്തെ റോൾസിലൊക്കെ ഇപ്പോൾ ജോലി ചെയ്യുമ്പോഴെല്ലാം വെൻ യു ഗോ ഫോർ എ ജോബ് ജസ്റ്റ് ബിക്കോസ് യു ആർ എ ഗേൾ ഓർ എ ബോയ് എല്ലാവർക്കും ഇപ്പോൾ ഈക്വൽ ആണ്. അപ്പോൾ അന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായി ദറ്റ് ഐ ഷുഡ് ബി ദ ബിസിനസ് വിമൻ ഓഫ് ദ ഇയർ. ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ മുറിയിലൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെയാണ് ഐ ഹാഡ് എ പോസ്റ്റർ എൻ്റെ മുറിയിൽ റൂമിൽ മതിലുമ്മ. ഇറ്റ് വാസ് എ ലേഡി എപ്പോഴും ഐ കാൺട്ട് റിമെമ്പർ ഗിഫ്റ്റ് എന്തോ അവർക്ക് പ്രൈസ് കിട്ടിയതായിരുന്നു. ഷി വാസ് എ വിമൻ ഓഫ് ദ ഇയർ. അപ്പോൾ അവരുടെ ഫോട്ടോ എടുത്തിട്ട് ഐ ഹാഡ് സ്റ്റക്ക് ഓൺ ദ വാൾ. അവരുടെ ഫോട്ടോയിലെ ഫേസ് ഞാൻ കട്ട് ചെയ്തിട്ട് എൻ്റെ ഫോട്ടോ അതിലൊട്ടിച്ചു. ദാറ്റ് വാസ് മൈ ഡ്രീം. അപ്പം അത്രയും ഫോർവേഡായിട്ടുള്ള തിങ്കിങ്ങും അങ്ങനെ ഉണ്ടായ ഒരാളായിരുന്നു. അതിലോട്ട് വർക്ക് ചെയ്യേണ്ട ഐ വാസ് പ്രൊസീഡിങ് ടുവേർഡ്സ് ദാറ്റ് ആസ് വെൽ ഇൻ സ്റ്റഡീസ് ആയിട്ടാണെങ്കിലും കരിയർ ആയിട്ടാണെങ്കിലും. പക്ഷെ ആഫ്റ്റർ ഐ കെയിം ടു നോ ദ ലോഡ്, ഈശോനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മാരേജിൽ ബീയിങ് സബ്മിസീവ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് ആണെന്നുള്ളൊരു കൺവിക്ഷൻ ബോധ്യം എനിക്ക് കിട്ടിയപ്പോൾ ഐ റിമെമ്പർ ഞാൻ ഫസ്റ്റ് തിങ് ഐ ഡിഡ് വാസ് ഈ ഫോട്ടോ മാറ്റിയിട്ട് മാതാവിൻ്റെ ഫോട്ടോ ഒട്ടിച്ചിട്ട് മാതാവിൻ്റെ ഫേസ് കട്ട് ചെയ്തിട്ട് ഐ പുട്ട് മൈ പിക്ചർ ഇൻ പ്ലേസ് ഓഫ് മാതാവ്. അതായത് അത്രയും ഐ ചേഞ്ച് മൈ എൻ്റെ ഒരു കൺവിക്ഷൻ ചേഞ്ച് ചെയ്തു. ആൻഡ് ഐ റിമെമ്പർ ആ സമയത്ത് പ്രിപ്പയർ ചെയ്യുമ്പോഴെല്ലാം എനിക്ക് ഒത്തിരി പ്രോവർബ്സ് 31 അതിൽ ഉള്ള ഐ യൂസ് ടു റീഡ് ദാറ്റ് എ ലോട്ട്. അപ്പം അതിൽ ഒത്തിരി ഒരു റോൾ ഓഫ് എ വൈഫ് എന്താണ് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിൽ കൺവിക്ഷൻ കൊണ്ട് പറയാൻ പറ്റുന്നത് വാസ് ബീങ് സബ്മിസീവ്. ആൻഡ് സോ മച്ച് ദാറ്റ് നമുക്ക് ഓരോരുത്തരുടെയും മാരേജിൽ ഒരു കോൾ ഉണ്ടല്ലോ, ഓർ സംതിങ് ദാറ്റ് യു വോണ്ട് ആസ് എ ബേസ്, ഒരു അടിത്തറ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എൻ്റെ ഇതിൽ ഐ വാണ്ടഡ് ടു ബി സബ്മിസീവ്. ദിസ് ഇസ് ക്വാളിറ്റി ഇസ് വാട്ട് ഐ വാണ്ടഡ് അതേഴ്സ് ടു സീ. അപ്പോൾ ഞങ്ങളുടെ മാരേജിൽ വിറ്റ്നസ്സിങ് ആണെങ്കിലും വി വാണ്ടഡ് ടു ബി ദാറ്റ്. ആൻഡ് ഐ റിമെമ്പർ സോ മച്ച് ദാറ്റ് അതെനിക്ക് ശരിക്കും ഇത് ദൈവത്തിൻ്റെ തന്നെ ഒരു ഹിതമാണ് ഞാൻ മനസ്സിലാക്കിയത് തന്നെ ഞങ്ങളുടെ വെഡ്ഡിങ്ങിൻ്റെ ഡേ ആയിരുന്നു. അറിയുമ്പോൾ നമ്മുടെ സിറോ മലബാർ രീതിയിൽ ഹസ്ബൻഡ് പുട്സ് ദ മന്ത്രകോടി ഓൺ ദ ഇത്. അപ്പോൾ അത് തന്നെ എൻ്റെ അർത്ഥം ഇസ് ദാറ്റ് എൻ്റെ ശിരസാന്നുള്ള ഒരു ഇതിൽ. ആൻഡ് സാധാരണ നമ്മളുടെ ഇപ്പോഴത്തെ രീതിയിൽ അത് ഇട്ട ഉടനെ അപ്പം തന്നെ ഊരി അത് ഫോൾഡ് ചെയ്ത് ദാറ്റ് ഈസ് എ യൂഷ്വൽ തിങ്. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു സമയത്ത് എന്നോട് ചോദിക്കുവാണെങ്കിൽ എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഹോൾ ഡേയിൽ ആ ഒരു ഹോൾ സെറിമണിയിൽ ഏറ്റവും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആ ഒരു ബോധ്യം വന്നത് ആ ഒരു സമയത്തായിരുന്നു. അതിലൂടെ നമുക്ക് ആ കൃപ നമുക്ക് ആ കുദാശയിലൂടെ കിട്ടി. അപ്പം എനിക്കറിയാമായിരുന്നു ഈശോ എനിക്ക് അന്ന് ആ സമയത്ത് ആ ഒരു കൃപ തരുന്നുണ്ട്, ബീങ് സബ്മിസീവ്. സോ ഐ റിമെമ്പർ അതൊരു വലിയൊരു കൺവിക്ഷനായിരുന്നു. അത് കാരണം തന്നെ കല്യാണം കഴിഞ്ഞപ്പോഴും ഞാൻ വെൻ ഐ എൻറ്റേർഡ് ഇൻ ടു ദ സാക്രമെൻറ്റ് ഞങ്ങൾ ഐ ഹാഡ് ബീൻ ഒത്തിരി ഐ ഹാഡ് വർക്ക്ഡ് ടുവേർഡ്സ് ഇറ്റ്. ബിക്കോസ് ആസ് എ വിമൻ ഓഫ് ദിസ് ഏജ് നമുക്ക് അതിലോട്ട് അങ്ങ് ഇറങ്ങി ചിലപ്പോൾ പണ്ടത്തെ അമ്മമാർക്കൊക്കെ ചിലപ്പോൾ എളുപ്പമായിരിക്കും. അവരുടെ രീതിയായിരുന്നല്ലോ അവർ പഠിച്ച രീതി. പക്ഷേ അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ വി ഹാവ് ടു റിയലി സ്ട്രൈവ് ടുവേർഡ്സ്. പ്രാക്ടിക്കലി ചോദിക്കട്ടെ, ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാഗ്രഹമുണ്ട് വിധേയത്വം പാലിക്കണം എന്നുള്ളത്. പക്ഷേ ചില സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പം നമ്മളിങ്ങനെ നമ്മുടെ അഭിപ്രായം ഒരു രീതിയിൽ പറയുമ്പോൾ ചിലപ്പം ചിലർക്ക് തോന്നും അത് വിധേയത്വം ഇല്ലേ എന്നുള്ള രീതിയിലൊക്കെ. അപ്പം ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ വരുമ്പോൾ കൂടെയുള്ളവരുടെ എങ്ങനെയായിരുന്നു അപ്രോച്ച് ചേച്ചി? അപ്പോൾ എൻ്റെ ഇറ്റ്സ് ഫണി ബിക്കോസ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഏജിൽ വി ഹാവ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ്, നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മൾ കണക്റ്റഡ് ആണ്. അപ്പോൾ എല്ലാവരും തന്നെ ഐ മീൻ ഫ്രാങ്ക് ആയിട്ട് പേഴ്സണലി പറയുവാണെങ്കിൽ ഐ കോൾ മൈ ഹസ്ബൻഡ് ചേട്ടൻ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ റിലേറ്റീവ്സും എൻ്റെ ഫ്രണ്ട്സ് സ്പെഷ്യലി ഫ്രണ്ട്സ് തമ്മിലൊക്കെ nobody calls their husbands by name. I mean they call them all of them by name. എല്ലായിടത്തും മിക്കൊരു രീതിയാണ്. അത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ പൊതുവെ നമ്മുടെ ഒരു ജനറേഷനിൽ കാണുന്നത് എല്ലാവരും പേര് വിളിക്കുന്നു, എടാ പോടാനും വിളിക്കുന്നു. ഐ നോ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ലവ്. ഒരു ഫ്രണ്ട്ഷിപ്പ്, മാരേജ് ഇസ് ഓൾസോ എ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ടു സോൾസ്. അപ്പോൾ അതിൻ്റെയും കൂടി ആയിരിക്കും. പിന്നെ ഇംഗ്ലീഷിലൊക്കെ യു കോൾ ഈച്ച് അതർ ബേബി, സോ മെനി തിങ്സ്. പക്ഷേ എൻ്റെ ഇതിൽ ഐ വാണ്ടഡ് ടു കോൾ ആൻഡ് ഐ വാണ്ടഡ് ടു ബി സബ്മിസീവ് ഇൻ മൈ വേർഡ്സ്, ഇൻ മൈ ഡീഡ്സ്, ഇൻ മൈ തോട്ട്സ്.
വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും എല്ലാ ലെവലിലും എനിക്ക് അത് ചെയ്യണമെന്ന് ഒത്തിരി കൺവിക്ഷൻ വന്ന കാരണമാണ്. സോ അപ്പം ഞാൻ വിചാരിക്കുന്നത് നമ്മളിപ്പോൾ പേര് വിളിക്കുമ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു 2.5-3 years ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പേര് വിളിക്കാം. പക്ഷെ അതിൽ പോലും എനിക്ക് വെൻ ഐ കോൾ ഹിം ചേട്ടാ, അതിൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു വിനയത്വം ഉണ്ട്. പിന്നെ നമ്മുടെ തോട്ട്സ് ഇപ്പം എന്തെങ്കിലും ഡിസിഷൻ എടുക്കുമ്പോഴും ആ ഒരു തോട്ട് മനസ്സിലുണ്ടെങ്കിൽ പിന്നെ എളുപ്പമാണ്. എന്തെങ്കിലും വ്യത്യാസം വന്നാലും ഞാൻ സബ്മിസീവ് ആവേണ്ടതല്ലേ എന്നുള്ളൊരു ഇത് വരുമ്പോൾ എന്തെങ്കിലും ഡിസിഷൻ ചേട്ടൻ പറയുമ്പോഴും എങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലേ, അതെ. പിന്നെ വേർഡ്സിൽ ഇപ്പോൾ നമ്മളിപ്പോൾ വിളിക്കുന്നു, പിന്നെ നമ്മൾ പറയുന്ന രീതി, നമ്മൾ ഒരേ കാര്യം സോഫ്റ്റ് ആയിട്ടും പറയാം, ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടും പറയാം, പിന്നെ ഒരു സബ്മിസീവ് ആയിട്ടും പറയാം. സെയിം തിങ്. ആൻഡ് സോ യു ക്യാൻ സേ ഇറ്റ് ഇൻ എ സബ്മിസീവ് വേ. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ വൈ ഡു വി ഹെസിറ്റേറ്റ്? പിന്നെ വൺ ഓഫ് ദ തിങ് വാസ് മൈ വേർഡ് ഓഫ് ഗോഡ് ദറ്റ് യു ഷുഡ് ബി സബ്മിസീവ്. ഇപ്പോൾ ആസ് യു ഷെയർഡ്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡ് ഓഫ് ഗോഡാണ് ദറ്റ് യു ഷുഡ് ബി സബ്മിസീവ് ടു യുവർ ഹസ്ബൻഡ്. സെക്കൻഡ് പോർഷൻ ഇസ് ഹസ്ബൻഡ്സ് ലവ് യുവർ വൈഫ്സ്. അപ്പോൾ സബ്മിസീവ് ആകുമ്പോൾ നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. നമുക്ക് ഫുൾ ലവ് ഇൻ ഇറ്റ്സ് ഫുൾനെസ് ഇങ്ങോട്ട് കിട്ടണേ ഉള്ളൂ. പിള്ളേർ വന്നു കഴിയുമ്പോൾ നമ്മൾ വൈഫ് ഒരു അതോറിറ്റേറ്റീവ് റോളിലോട്ട് മാറും. ബിക്കോസ് പിള്ളേരായിട്ട് നമ്മൾ കുറച്ച് സബ്മിസീവ് അല്ല ഇതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു റോളിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് സബ്മിസീവ് ആവാം, പിള്ളേരുടെ അടുത്ത് കുറച്ചും കൂടി ഒരു സ്ട്രിക്ട്നെസ് എടുക്കുക. അപ്പോൾ ഈ രണ്ടിൻ്റെയും ബാലൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺസ് യു ബിക്കം എ മദർ ആസ് വെൽ. പക്ഷെ ഇതിൻ്റെ ബ്യൂട്ടി, ലൈക്ക് ഞാനും ചേട്ടനും എക്സ്പീരിയൻസ് ചെയ്യുന്ന ബ്യൂട്ടി ഈസ് ഇമ്മെൻസ്. ഇറ്റ്സ് റിയലി ഡിവൈൻ, ഇറ്റ്സ് ഇറ്റേണൽ. ചേച്ചി പറയുന്നതിൽ ക്ലിയർ ആണ്. നമ്മൾക്ക് അതായത് വിധേയത്വം പാലിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഒരു കുറവല്ല. തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ബഹുമാനത്തിൻ്റെ എല്ലാം ഭാഗമായിട്ട് അത് ദൈവകൃപയാൽ സാധിക്കുമെന്ന് ചേച്ചി നമുക്ക് പറഞ്ഞു തന്നു. താങ്ക് യു ചേച്ചി. ബാക്ക് ടു യു മനു ആൻഡ് ആൻഡ്രിയ. താങ്ക് യു ടോജൻ ആൻഡ് മീനു. നിമ്മി ചേച്ചി പറഞ്ഞൊരു വാലിഡ് പോയിന്റ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തതാണ്. യൂഷ്വലി നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനിൽ പിള്ളേർ അല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെ ചേട്ടാന്നൊന്നും വിളിച്ച് കാണൂല ഭർത്താവിനെ അങ്ങനെയൊക്കെ. പക്ഷെ നിമ്മി ചേച്ചി ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. നിമ്മി ചേച്ചി പറയുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത്, സോ ദാറ്റ് എൻ്റെ ഫ്രണ്ട്സും അവിടെയൊക്കെ ചോദിക്കുമായിരിക്കും ഇപ്പോഴേക്കെ ചേട്ടാന്നൊക്കെ വിളിക്കണോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോഴും ഷീ ഈസ് ടേക്കിംഗ് ദാറ്റ് ഇനീഷ്യേറ്റീവ്. അപ്പോഴേ ആ ഒരു റെസ്പെക്റ്റ് ഭർത്താവിനോട് തോന്നാനായിട്ട് ഷീ ഈസ് ടേക്കിംഗ് ആൻ ഇനീഷ്യേറ്റീവ് കോളിങ് ഹിം ചേട്ടാ ചേട്ടാ ചേട്ടാ. അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. എന്തായാലും ഇതിനെപ്പറ്റി ജെർണച്ചന് നമ്മളുടെ അടുത്ത് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. സോ ഓവർ ടു ഫിലിപ്പൈൻസ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആധുനിക യുഗത്തിൽ പരസ്പര വിധേയത്വം, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര വിധേയത്വം സാധ്യമാണോ? അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് വിധേയത്വം എന്നൊരു സങ്കല്പം സാധ്യമാണോ അല്ലയോ? ആദ്യമേ ഒരു വാക്ക് പറയട്ടെ, പരസ്പര വിധേയത്വം ഇല്ലെങ്കിൽ കുടുംബജീവിതം ഫ്ലോപ്പ്. അതുകൊണ്ട് എങ്ങനെ, എപ്പോൾ, എവിടെ, എങ്ങനെയൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, അത് വളർത്തിക്കൊണ്ടുവരുന്ന ഒറ്റ ചിന്ത മാത്രമേ നമുക്ക് പങ്കുവെക്കാനുള്ളൂ. അടുത്തിടെ ഇറങ്ങിയ മലയാള സിനിമയിലെ ഒരു രംഗം, മനോഹരമായ ഒരു രംഗം, ചിരിപ്പിക്കുന്ന ഒരു രംഗം ഞാൻ ഓർക്കുന്നുണ്ട്. രംഗം ഒരു പള്ളി തന്നെയാണ്, മനസ്സമ്മതമാണ് സീൻ. എല്ലാവരും കൂടി നിൽക്കുന്നു, മനസ്സമ്മതത്തിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഈ ചെറുക്കനും പെണ്ണും കൂടി വൈദികൻ്റെ അടുക്കട്ടിരുന്നു. വൈദികൻ പെണ്ണോട് ചോദിക്കുകയാണ്, ലിൻഡ, നീ ജോസഫിന് ഇണയായും തുണയായും വിധേയപ്പെട്ട് ജീവിക്കുമല്ലേ? അപ്പോൾ ഈ പെണ്ണ് ചിരിച്ചുകൊണ്ട് പറയാണ്, അച്ഛാ, ജോസഫിന് ഇണയായും തുണയായും പറ്റും, പക്ഷെ വിധേയപ്പെടാൻ പറ്റൂല. കാരണം വിധേയപ്പെടൽ ഒരു പഴയ സ്കീമാണ്, ഒരു ഓൾഡ് ജനറേഷൻ സ്കീമാണ് എന്നൊരു ചിന്ത ഭയങ്കര സ്ട്രോങ് ആയി വരുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കാം. ആക്ച്വലി കേരളം, ഭാരതം, പ്രത്യേകിച്ച് കേരളത്തിലെ കത്തോലിക്ക സഭ, നമ്മളീ പറയുന്ന അച്ചായന്മാരൊക്കെ നമ്മുടെ ഒരു പ്യുവർലി ശരിക്കും പറഞ്ഞാൽ ഒരു മെയിൽ ഡോമിനൻറ്റ് കമ്മ്യൂണിറ്റി ആയിരുന്നു. ശരിക്കും ആണ് ഭരിക്കുന്ന കമ്മ്യൂണിറ്റി. പല കാരണങ്ങളുണ്ട് അതിന്. നമ്മുടെ കൾച്ചർ അങ്ങനെയായിരുന്നു പറയാം. അല്ലെങ്കിൽ ഭർത്താവാണ് അധ്വാനിക്കുന്ന ബ്രെഡ് വിന്നർ, ഭാര്യ, വീട്, കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ജീവിക്കുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ ഭർത്താവിനായിരുന്നു മേൽക്കോയ്മ എല്ലാ കാര്യങ്ങളിലും. നമ്മൾ തിരിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ അപ്പനോ നമ്മുടെ അമ്മച്ചിയോ നമ്മുടെ വല്യമ്മച്ചിയുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് യാതൊരു വോയിസും ഇല്ലാത്ത കാലഘട്ടമൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പെണ്ണ് പഠിക്കാൻ തുടങ്ങി, ജോലി ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞൊരു 10-20 വർഷമൊക്കെ ആയിട്ട് സ്ത്രീകൾ മജോറിറ്റി നന്നായിട്ട് പഠിക്കുന്നു, ആണുങ്ങളെക്കാൾ നന്നായിട്ട് പഠിക്കുന്നു, നല്ല ജോലി മേടിക്കുന്നു. അങ്ങനെയൊക്കെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറി തുടങ്ങി.
ഇത് ശരിക്കും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് സംഭവിച്ചത് നമ്മുടെ മൈഗ്രേഷനൊക്കെ വന്നതോടെയാണ്. പെണ്ണുങ്ങളൊക്കെ നഴ്സിങ്ങോ അല്ലെങ്കിൽ നല്ല ജോലികൾക്ക് പഠിച്ചിട്ട് വിദേശത്തൊക്കെ പോയി സെറ്റിലായി, പിന്നെ അവരുടെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ കല്യാണം കഴിഞ്ഞ് ആണുങ്ങൾ പോകുന്ന സാഹചര്യം വന്നു. അപ്പോൾ ആരാ ശരിക്കും പെണ്ണ് ആണിനേക്കാൾ കൂടുതൽ സമ്പാദിക്കുന്ന സാഹചര്യം വന്നപ്പോൾ പിന്നീട് ഫെമിനിസം പോലെയുള്ള കുറേ ഇസങ്ങളൊക്കെ വന്നപ്പോൾ ശരിക്കൊരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്, ഒരു പാരഡൈം ഷിഫ്റ്റ് തന്നെ സംഭവിക്കുന്നുണ്ട്. ഇപ്പം ആർക്ക് വിധേയമാവുന്ന ചോദ്യമുണ്ട്. ഒരു രസകരമായ സംഭവം പറയാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഈ വിശുദ്ധ ബലിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു എപ്പിസോഡായിരുന്നു ഭാര്യ ഭർത്താക്കന്മാരുടെ പാഷൻസ് പരസ്പരം മാനിക്കുന്നുണ്ടോ എന്ന ചോദ്യം. ഈ എപ്പിസോഡ് അന്ന് ഒരു ഞായറാഴ്ച ടെലികാസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫിലിപ്പീൻസിൽ കുറച്ച് സമയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ രാത്രി ഉറങ്ങി കിടക്കുന്ന സമയമാണ്. ഒരു 12:30 കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. കോളും വിദേശത്താണെന്നറിയാം, എനിക്ക് പരിചയമില്ലാത്ത നമ്പറുമാണ്. അപ്പോൾ ഞാൻ എന്തായാലും അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരൻ്റെ ശബ്ദമാണ്. പുള്ളി അച്ഛാ എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇന്ന അടുത്താണ് വിളിക്കുന്നത്, വിദേശ രാജ്യമാണ്, ഞാൻ 10-15 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നത്, കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി, അച്ഛൻ്റെ പ്രോഗ്രാംസ് ആദ്യത്തെ മധുരം വഴി ഇപ്പോഴത്തെ വിശുദ്ധ വിധിക്ക് റെഗുലറായിട്ട് കാണാറുണ്ട്, നല്ല ഡിസ്കഷൻസ് ആണ്. ഇന്നത്തെ ടോപ്പിക്ക് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭാര്യ ഭർത്താക്കന്മാരുടെ പാഷൻസ് പരസ്പരം മാനിക്കപ്പെടുന്നുണ്ടോ? അച്ഛൻ പറഞ്ഞ ഉദാഹരണമൊക്കെ സൂപ്പറായിരുന്നു. അന്ന് കപ്പിൾസിൻ്റെ ഒക്കെ ഷെയറിങ് നല്ല രസമായിരുന്നു. അച്ഛൻ പറഞ്ഞല്ലോ ഈ ഭാര്യയ്ക്ക് ഇപ്പോൾ ഫുട്ബോൾ ഇഷ്ടമില്ലായിരിക്കും, അതുകൊണ്ട് ഫുട്ബോൾ കാണുന്ന ഭർത്താവാണെങ്കിൽ താല്പര്യമില്ലെങ്കിൽ പോലും ഭർത്താവിനെ കട്ടൻ ചായ കനത്തി കൊടുക്കാനോ ഒന്ന് കുറിക്കാനൊക്കെ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെ ഭാര്യയ്ക്ക് ബുക്സ് ഇഷ്ടമാണെങ്കിൽ ഭർത്താവ് ബുക്ക് പോലും വായിക്കുന്ന ആളല്ലെങ്കിൽ പോലും ഒന്ന് കൂടെ പോകുന്ന നല്ലതായിരിക്കും എന്നൊക്കെ അച്ഛൻ പറഞ്ഞല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ട അച്ഛാ ആ ഫുട്ബോൾ കളിക്കുന്ന കാര്യം പറഞ്ഞില്ല, എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ് അച്ഛാ. എനിക്ക് അവൾ കട്ടൻ ചായ എടുത്ത് തരണ്ട, കപ്പലണ്ടി മേടിച്ച് തരും വേണ്ട, ഞാൻ കണ്ടോണ്ടിരിക്കുമ്പോൾ അവൾക്ക് TV ഓഫ് ചെയ്യാതെ എഴുന്നേറ്റ് പോവാമല്ലോ. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ദൈവമേ, പണി പാളിയല്ലോ. ഈ ചെറുപ്പക്കാരൻ കണ്ണീരും വിലാവും പോലെ കുറേ കഥകൾ പറയുകയാണ്. അവൻ പറയണം അച്ഛൻ ഒരു അടിമയെ പോലെ പല കാര്യങ്ങളും എൻ്റെ എല്ലാം വിട്ട് കളഞ്ഞ് എൻ്റെ ഇഷ്ടങ്ങളെല്ലാം അടിച്ചമർത്തി 10 വർഷമായിട്ട് ജീവിക്കുകയാണ് അച്ഛാ. ആരെങ്കിലും വിശ്വസിക്കൂ? പ്രിയപ്പെട്ടവർ ഒറ്റപ്പെട്ട കഥയായിട്ട് വിചാരിക്കുന്നില്ല, ഒരു വലിയ ഷിഫ്റ്റ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്, ആധുനിക യുഗത്തിൽ പരസ്പര വിധേയത്വം സാധ്യമാണോ അല്ലയോ? ഇവിടെയൊക്കെ വില്ലനായിട്ട് വരുന്ന ആൾ പൗലോസ്ലീഗാണല്ലോ വിധേയത്വത്തെ പറ്റിയൊക്കെ ബൈബിളിൽ പറഞ്ഞു വെച്ചത്. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. എന്ത് രസാ കേൾക്കാനല്ലേ, ഭർത്താക്കന്മാർക്ക് ഒരു ആത്മനിർവൃതി. പക്ഷേ ഈ വചനം തുടക്കം മുതൽ വായിക്കണം. തുടക്കം എന്താണ് പറയുന്നത്? ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി ഭാര്യമാരെ ഭർത്താക്കന്മാരെ നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. അവിടുന്ന് പൗലോസ് തുടർന്ന് പറയുന്നു, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ക്രിസ്തു സഭയുടെ ശിരസ് എന്നതുപോലെ നിങ്ങളുടെ ശിരസ്സാണ് ഭർത്താവ്. ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അവരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്വയം വിട്ടുകൊടുത്ത് വിശുദ്ധീകരിച്ചതുപോലെ നിങ്ങൾ അവരെ സ്നേഹിക്കുവിൻ. ഇത് ഭയങ്കര ട്രാപ്പിലേക്കാണ് പൗലോസ്ലിഹ ക്ഷണിക്കുന്നത്. നമ്മൾ മൊത്തത്തിൽ കേൾക്കുമ്പോൾ പൗലോസ്ലിഹ ഒരു പുരുഷ മേധാവിത്വം കാണിക്കുന്ന ഒരു ആന്റി ഫെമിനിസ്റ്റ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ കൃത്യമായിട്ട് നോക്കൂ, ആദ്യത്തെ വാചകം നിങ്ങൾ ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി പരസ്പരം വിധേയരായിരിക്കും. ഇതാണ് വിവാഹത്തിലെ ഒന്നാമത്തെ കൽപ്പന. ക്രിസ്തുവിനോടുള്ള ബഹുമാനം അല്ലെങ്കിൽ സ്നേഹം, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ആരും രണ്ടുപേരും ഭാര്യ ഭർത്താവിനോ ഭർത്താവ് ഭാര്യയ്ക്കോ വിധേയത്വം കാണിക്കുന്നല്ല, പരസ്പരം മാറി ഓരോ ഒക്കേഷൻ അനുസരിച്ച്. അതാണ് പൗലോസ് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം പറയുന്നു, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. കാരണം ക്രിസ്തു സഭയുടെ ശിരസ് എന്നതുപോലെ നിങ്ങളുടെ ശിരസ് ഭർത്താവാണ്. ക്രിസ്തു സഭയുടെ ശിരസ്. നല്ല രസമാണ് കേൾക്കാനായിട്ട്. എൻ്റെ അടുത്ത ഭാഗമാണ് അതിനേക്കാളും രസം. ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. വൺ ട്രാപ്പിലേക്കാണ്. പിന്നെ അത് ആർക്കാ മേൽക്കോയ്മ ശരിക്കും? ഞാൻ നോക്കിയിട്ട് അവിടെയും ഭാര്യയൊക്കെ വെച്ചിട്ട് മേൽക്കോയ്മ കൊടുക്കുന്നത്. കാരണം ക്രിസ്തുവും ആദിമസഭയെ നമ്മുടെ സ്നേഹം നോക്ക്. ക്രിസ്തു എങ്ങനെ ആദിമസഭയെ സ്നേഹിച്ചത്? ഈശോ കുരിശിൽ മരിച്ചിട്ട് ആദിമസഭയെ സ്നേഹിച്ചത്. ഈശോയുടെ മരണത്തിലാണ് ആദിമസഭ ജനിക്കുന്നത്, ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു? ഈ ആദിമസഭ വാശിക്ക് രക്തസാക്ഷികളായി ക്രിസ്തുവിനെ സ്നേഹിച്ചു. ഈശോയ്ക്ക് വേണ്ടി ഓരോ നിമിഷവും രക്തസാക്ഷികളാകാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. രണ്ടുപേരും മരിച്ച് ഇല്ലാണ്ടായാണ് പരസ്പരം സ്നേഹിച്ചത്. ഇതാണ് പൗലോസ്ലീഹ പറഞ്ഞ വിധേയത്വം. ഓരോ നിമിഷവും മരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മരിച്ച്, മറ്റേ വ്യക്തിക്ക് വേണ്ടി മരിച്ച്, മറ്റേ വ്യക്തിക്ക് വേണ്ടി ഇല്ലായ്മ ചെയ്ത് വിശുദ്ധരാവുക, പരസ്പരം വിധേയത്വം കാണിക്കുക. ഇതാണ് ബൈബിൾ, ഇതാണ് തിരുവചനം പറയുന്നത്, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്, ഇതാണ് മാതൃകയാക്കേണ്ടത്. ഇത് നമ്മുടെ പഴയ മണ്ണാങ്കട്ടയും കരികിലേയും കഥയിലെ ആ കഥ പോലെ തന്നെയാണ്. മണ്ണാങ്കട്ടയും കരികിലയുടെ കഥ എല്ലാവർക്കും അറിയാമല്ലോ. മണ്ണാങ്കട്ടയും കരികിലും ടൂർ പോയി കപ്പിൾസ്. അപ്പോൾ ആദ്യം എന്ത് പറ്റി? ആദ്യം വലിയൊരു കാറ്റടിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? കരികിൽ പറന്നു പോകാതിരിക്കാൻ വേണ്ടി മണ്ണാങ്കട്ട കയറി മേളിൽ കയറിയിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഴ വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? മണ്ണാങ്കട്ട പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കരികിൽ കയറി മേളിൽ കയറുന്നു. ചാറ്റമഴനെ നന്നായിട്ടങ്ങ് ക്രോസ് ചെയ്ത് കൊടുത്തു. ഇത് രണ്ടും വിധേയത്വമല്ലേ? ആദ്യം കരിയിലെ താഴെ ഇരുന്നു, അപ്പോൾ മണ്ണാങ്കട്ട മേളിൽ കയറുന്നു. രണ്ടാമത് മണ്ണാങ്കട്ട താഴെ ഇരുന്നു, കരിയിലെ കയറി മേളിൽ കയറുന്നു. അപ്പോൾ ഇത് ആർക്ക് വിധേയപ്പെട്ടു? രണ്ടുപേരും ഓരോ സാഹചര്യങ്ങളും മറ്റേ ആൾക്ക് താഴെ ഇരിക്കാൻ തയ്യാറായതുകൊണ്ട് അവർ സക്സസ് ആയി. സ്റ്റോറിയുടെ ബാക്കി എന്താ? കുറച്ച് കഴിയുമ്പോൾ മഴയും കാറ്റും കൂടി ഒരുമിച്ച് വന്നു, രണ്ടും തകർന്നു പോയി. അവിടെ രണ്ടുപേർക്കും വിധേയപ്പെടാൻ ചാൻസ് ഇല്ലാതെ പോയി. ആ കഥ അവിടെ മാറ്റി വെച്ചിട്ട് സ്വല്പം തിരിച്ചു വെച്ച് നോക്കി.
ഇവിടെ രണ്ടുപേർക്കും വിധേയപ്പെടാൻ പറ്റിയില്ലെങ്കിൽ രണ്ടുപേരും പാരലായിട്ട് പോകാൻ സംഭവിക്കണം. വൻ ട്രാജഡിയേ ഉള്ളൂ, പൊട്ടിത്തെറികളേ ഉള്ളൂ, നാശമേ ഉള്ളൂ, കുടുംബം തകർന്നു. അതുകൊണ്ട് പരസ്പരം വിധേയപ്പെടുന്നതിൻ്റെ ആ മനോഹാരിത ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അത് കർത്താവിൽ ആശ്രയിച്ച് മാത്രം നടക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഈ പുരുഷ മേധാവിത്വത്തിൻ്റെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ സ്ത്രീ ശാക്തീകരണം, സ്ത്രീ മേധാവിത്വം, പ്രിയപ്പെട്ടവരെ, പുരുഷ മേധാവിത്വം ഒരു തെറ്റ് തന്നെയായിരുന്നു. ആ തെറ്റിനെ നമ്മൾ തിരുത്തേണ്ടത് സ്ത്രീ മേധാവിത്വം കാണിച്ചോട്ടോ ആണോ? അല്ല. രണ്ടിനും കൂടി ഒരു തിന്മയെ മറ്റൊരു തിന്മ കൊണ്ടല്ലല്ലോ മാറ്റേണ്ടത്. അതിന് നടുക്കൊരു നന്മയുടെ ലോകം കാട്ടിക്കൊണ്ടല്ലേ. പരസ്പരം വിധേയപ്പെട്ടല്ലാതെ കുടുംബജീവിതത്തിൽ വിജയമില്ല. ഈ വിട്ടുകൊടുക്കലിനും വിധേയപ്പെടലും മനസ്സിലാക്കേണ്ട കാര്യം എന്താ? വിധേയത്വം അടിമത്തം അല്ല. അത് ബലമുള്ളവനും സ്നേഹമുള്ളവനും കൃപയുള്ളവനും മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈശോ എന്തുകൊണ്ടാണ് വിട്ടുകൊടുത്ത് വിധേയപ്പെട്ടെ? സ്നേഹം, ആ കൃപ ഉള്ളതുകൊണ്ടാണ്. ആ സ്നേഹവും ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് മാത്രമേ. അതുകൊണ്ട് ബലമുള്ളവനെ വിട്ടുകൊടുക്കാൻ പറ്റൂ. അത് അടിമത്തമല്ല. പിന്നെ കൃപ കൂടുതൽ വേണോ? വിട്ടുകൊടുക്കണം. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വിജയിച്ച ഫാമിലി എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വിജയിച്ചൊരു ഫാമിലി. അങ്ങനെ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ പരസ്പരം വിട്ടുകൊടുത്ത ഫാമിലി മാത്രമേ ഉള്ളൂ. പരസ്പരം ഓരോ മേഖലയിൽ, ചിലപ്പോൾ ഭാര്യയ്ക്ക് ചില കാര്യങ്ങളിൽ കപ്പാസിറ്റി കൂടുതൽ കാണും, അറിവ് കൂടുതൽ കാണും. അവിടെ ഭാര്യ ഡോമിനൻസ് കാണിക്കുന്നു. മറ്റൊരു ഏരിയ വരുമ്പോൾ ഭർത്താവിനാണ് കൂടുതൽ അറിവും പ്രാപ്തിയുള്ളത്. അവിടെ ഭർത്താവ് ഡോമിനൻസ് കാണിക്കുന്നു. അവിടെ ഒരു ഈഗോ ക്ലാഷിന് ആവശ്യമില്ല. പരസ്പരം കൊടുക്കുക, പരസ്പരം സ്നേഹിക്കുക, പരസ്പരം അറിയുക. ഇതെല്ലാം സംഭവിക്കണം. മേളിൽ ഈശോ ഉണ്ടാവണം. മുകളിൽ ഈശോ ഉണ്ടെങ്കിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണിത്. പല കോൺഫ്ലിക്റ്റിംഗ് കാര്യങ്ങൾ കാണും ജീവിതത്തിലെ. എല്ലാ തീരുമാനമൊക്കെ നമുക്ക് ഒരുപോലെ എടുക്കാൻ പറ്റുന്ന വരത്തില്ല. ചില കാര്യങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ രണ്ടുപേർക്ക് രണ്ടിഷ്ടങ്ങൾ ശരിയുമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ജസ്റ്റ് വെയിറ്റ്, പ്രേ ടുഗെദർ ആൻഡ് വെയിറ്റ്. നിങ്ങൾക്ക് ദമ്പതികളെന്ന നിലയിൽ കർത്താവ് വിളി തന്നപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ വിളി കൂടി തന്നിട്ടുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് 2-3 പേരെന്ന് പറയല്ല. ആ 2-3 പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കും, കർത്താവ് പരിശുദ്ധാത്മാവ് വരുമെന്ന് പറഞ്ഞാൽ. ഈ 2-3 പേര് മാത്രമല്ല, 2-3 പേർ, അത് കൂദാശയിൽ ഒരുമിച്ച് ചേർക്കപ്പെട്ടവർ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവഹിതം ഉറപ്പായിട്ടും കൃത്യമായിട്ടും അറിയാൻ പറ്റും. ആൽബർട്ട് ക്യാമൂസിന് ഞാൻ തോന്നുന്നു വളരെ ഫേമസ് ആയൊരു സേയിങ് ഉണ്ട്. സാധാരണ കല്യാണ കുർബാനകളിലൊക്കെ ചില അച്ഛന്മാരൊക്കെ ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പേടിക്കണ്ട, ഇതൊരു കല്യാണ കുർബാനയുടെ ഹോമിലി അല്ല. പക്ഷേ ഇത് രസകരമായ ഒരു കാര്യമുണ്ട്. അത് ആൽബർട്ട് ക്യാമൂസ് ഇങ്ങനെയാണ് പറയുന്നത്: ഡോണ്ട് വാക്ക് എഹെഡ് ഓഫ് മീ, ഐ മേ നോട്ട് ഫോളോ യു. ഡോണ്ട് വാക്ക് ബിഹൈൻഡ് മീ, ഐ മേ നോട്ട് ലീഡ് യു. ലെറ്റ്സ് ഗോ ടുഗെദർ, ഹോൾഡിങ് അവർ ഹാൻഡ്സ് ടുഗെദർ. അതായത് നീ എൻ്റെ മുൻപേ പോവരുത്, ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്നു വരത്തില്ല. കാരണം കുറച്ച് അഹങ്കാരങ്ങളൊക്കെ എനിക്കുണ്ട്. നീ എൻ്റെ പുറകെ വരരുത്, കാരണം ഞാൻ അത്ര നന്നായിട്ട് തന്നെ ലീഡ് ചെയ്യുന്നു വരത്തില്ല. എനിക്കൊരു ഓടിയിട്ട് പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരുമിച്ച് പോകാം കൈകോർത്ത് പിടിച്ച്. ഞാൻ ഒന്നുകൂടി ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പോകാം കൈകോർത്ത് പിടിച്ച് കർത്താവിൻ്റെ പിന്നാലെ. അവിടെ നിങ്ങൾക്ക് തെറ്റ് പറ്റൂല പ്രിയപ്പെട്ടവരെ. കർത്താവിനെ മുമ്പിൽ നിർത്ത്. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരാകുവിൻ. ഈ വിധേയരാവാതെ കുടുംബജീവിതം ജയിക്കില്ല. മോർ ദാൻ ദാറ്റ്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മാതൃകളാവണ്ടേ? നിങ്ങൾ പരസ്പരം വിധേയത്വം കാണിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് മുമ്പിൽ എങ്ങനെ വിധേയത്വം കാണിക്കും? എങ്ങനെ അനുസരണം കാണിക്കും? നിങ്ങൾക്ക് ആത്മാർത്ഥതയോടെ അവരോട് എങ്ങനെ ഒരു വാക്ക് പറയാൻ പറ്റും? കർത്താവിൻ്റെ മുമ്പിലും മക്കളുടെ മുമ്പിലൊക്കെ നമ്മൾ ഓരോ നിമിഷവും കണക്ക് കൊടുക്കേണ്ടി വരും. മുൻപേ പോകണ്ട, പുറകെ പോകണ്ട, കരം കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് കർത്താവിൻ്റെ പുറകെ പോകും. അവൻ നിങ്ങളെ പച്ചയായ പുൽത്തകിടിലേക്കും ജലാശയത്തിലേക്കും ആത്മാർത്ഥമായി നയിച്ചുകൊള്ളും. നമുക്കൊന്ന് ചേർന്ന് ആ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. കുടുംബമൊക്കെ ചേർന്ന് നിൽക്കട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്ക് കരങ്ങളൊന്ന് കൂട്ടിപ്പിടിച്ച്, നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ആ വിവാഹത്തിൻ്റെ ദിവസം ആ കരങ്ങൾ ചേർത്ത് പിടിച്ചേ. ആ പ്രതിജ്ഞ ഒന്ന് മനസ്സിന് ചൊല്ലിക്ക്. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും സന്താപത്തിലും ആ മുഴുവൻ കൃപ ഈ നിമിഷം ഒഴുകുന്നുണ്ട് കേട്ടോ. അന്ന് വിവാഹ ജീവിതത്തിൻ്റെ കൃപ മുഴുവൻ, ആ കൂദാശയുടെ കൃപ മുഴുവൻ ഇപ്പം സമൃദ്ധമായിട്ട് ഒഴുകുന്നുണ്ട്. ഒന്ന് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ കർത്താവിന് മുമ്പിൽ. ഈശോയെ പറ്റിയിട്ടില്ല, ചിലപ്പോഴൊക്കെ വീണ് പോയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞു അഹങ്കാരങ്ങൾ, എൻ്റെ വാശികൾ, എൻ്റെ ചില കാര്യങ്ങളൊക്കെ കൊണ്ട്. പക്ഷേ ഈശോ ഇപ്പം മാപ്പ് പറയുന്നു, ഞാൻ വിട്ടുകൊടുക്കുന്നു. കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് ജീവിക്കാമായിരുന്നു, പറ്റിയില്ല. പക്ഷേ ഇനി ഞാൻ ശ്രമിക്കും എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ. പ്രത്യേകിച്ച് ഈശോ ഞാൻ മാപ്പ് പറയുന്ന മറ്റൊരു മേഖല, ഞാൻ മൂലം എൻ്റെ പാർട്ട്ണർക്ക്, എൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പരസ്യമായിട്ടൊക്കെ എൻ്റെ ചില കറക്ഷൻസൊക്കെ കൊണ്ട് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് ഇല്ലാതായി പോയിട്ടുണ്ടെങ്കിൽ, നാണം കെട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഈശോ നിൻ്റെ നാമത്തെ മാപ്പ് പറയുന്നു. ആ കരത്തിലൊന്ന് ചേർത്ത് പിടിച്ച് നിങ്ങളുടെ ഭാര്യയുടെ അല്ലെ ഭർത്താവിൻ്റെ ആ മാപ്പിൻ്റെ ആ സ്പർശനം, ആ ക്ഷമയുടെ സ്പർശനമൊക്കെ അതിലുണ്ട്. സ്നേഹത്തിൻ്റെ ആ ഒരു ഊഷ്മൾ അതിലുണ്ട്. കർത്താവെ, നിങ്ങൾക്കിന്ന് മക്കളുടെ മുമ്പിൽ പോലും പലപ്പോഴൊക്കെ ഞങ്ങൾ കോൺട്രഡിക്ടറി ആയി പോയിട്ടുണ്ട്. ഞങ്ങൾ മോശമായ മാതൃകളായി പോയിട്ടുണ്ട്. ക്ഷമിക്ക്. മക്കളെ ചേർത്ത് പിടിക്കാൻ, വിധേയത്വത്തിൽ വളർത്താൻ, ഞങ്ങൾ പരസ്പരം വിധേയരാവാൻ, എല്ലാറ്റിലുപരിയായി ഈശോയെ നിന്നിൽ വിധേയപ്പെട്ട് ജീവിക്കാൻ, എല്ലാ തീരുമാനങ്ങളും നിന്റെ തീരുമാനങ്ങളാക്കി എടുക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ.
ഈ ഒരു രാത്രി ഒത്തിരി സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, വിട്ടുകൊടുക്കലിൻ്റെ, ഒരു ഹീലിങ്ങിൻ്റെ രാത്രിയാക്കി മാറ്റണമേ. എല്ലാ മുറിവുകളും നീ ഉണക്കി തരണമേ. അമ്മ മാതാവേ, യവസേ പിതാവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ദമ്പതികൾക്ക് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു അച്ഛൻ. അച്ഛൻ ഒരുപാട് വാല്യുബിൾ ഇൻപുട്സ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയുണ്ടായി. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സജഷൻസോ ക്വയറീസോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏഞ്ചൽ സ്വാമിയുടെ ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 0484-255-9313 അല്ലെങ്കിൽ ഡ്രോപ്പ് us your mail at info@angelsami.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. Until then, goodbye. Thank you ചേട്ടാ. Thank you ചേച്ചി.